ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡിന്നർ കാണിക്കാനാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു ഡിന്നറാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളും കൂടിയും കുറച്ച് ടിപ്സൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമയം 7 മണിയാണ്. 7 മണിക്കാണ് ഞാൻ കഴിക്കുക. മാക്സിമം 7 മണിക്കുള്ളിൽ നിങ്ങൾ ഡിന്നർ ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയും മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഒരു മുട്ട ഒരു ചപ്പാത്തി ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ്, അതായത് അരി ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. അതായത് ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു കപ്പ് ചോറ് നമുക്ക് കഴിക്കാം. കറികളുടെ അളവ് കൂടുതലായിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് റൈസ് ഒഴിവാക്കുക. ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും, ഒരു ചപ്പാത്തി ഒരു എഗ്ഗ് ഓംലെറ്റ് അടിക്കുക. എന്നിട്ട് ആ ചപ്പാത്തിയുടെ ഉള്ളിൽ അത് ചുരുക്കി കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്, വെയിറ്റ് പെട്ടെന്ന് കുറയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തതും പൊരിച്ചതും ഈ ബജ്ജി ഐറ്റംസ്, സമൂസ, പപ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു എക്സസൈസും ഇല്ലാണ്ട് തന്നെ എൻ്റെ വെയിറ്റ് ആഴ്ചയിൽ 1 കിലോ 1.5 കിലോ ഒക്കെ വെച്ചിട്ട് കുറയാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് 5 കിലോ 6 കിലോ ഒക്കെ കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹെൽത്തിയാണ്. അപ്പോൾ ആഴ്ചയിൽ 1.5 കിലോ 1 കിലോ ഒക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മാസത്തിൽ നമുക്കൊരു 4 കിലോയ്ക്ക് മേലെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നേരമില്ലാത്തവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു മെത്തേഡ്, അതായത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ എനിക്ക് എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഞാൻ നോക്കുന്നത്. അതേപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കാം. മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് വറവ് ഐറ്റംസ്, അതായത് പൊരിച്ചത്. നമുക്ക് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കഴിക്കുന്ന ഈ പപ്സ്, കട്ട്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, കായ വറുത്തത്, മിക്സ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വെയിറ്റിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. നമുക്ക് വീക്കിലി ഒരു ദിവസമൊക്കെ നമുക്ക് ചീറ്റ് ഡേ ആയിട്ട് എടുക്കാം. ചീറ്റ് ഡേ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ആ ഒരു ആഴ്ചത്തെ ഫുള്ള് മെനു തെറ്റിച്ച് മൊത്തത്തിലിരുന്ന് കഴിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് എന്താണോ കഴിക്കാൻ കൊതി തോന്നുന്നത് അത് നമുക്ക് കഴിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊന്ന് ഷവർമ കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ ഒരു ബർഗർ കഴിക്കാൻ തോന്നി, ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് വീക്ക്ലി വൺസ് സൺഡേയോ നമുക്ക് കഴിക്കാം. ഇതിലെല്ലാം കൂടി വാരി വലിച്ച് കഴിക്കുക. ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് വീക്കിലി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാവും. അതേപോലെ നമ്മുടെ ശരീരത്തിനും നല്ല സുഖം ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് അതും ചെയ്യാം. അപ്പോൾ ഡബിളായിരിക്കും റിസൾട്ട്. നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ടൈമില്ലാത്തവർക്കാണ് ഞാൻ എക്സസൈസ് ഒഴിവാക്കിയിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സസൈസും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.